നമ്മുടെ പുത്തൻ പുലരിയിൽ ഒരു അതിഥി ചേരുന്നുണ്ട്. റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായ എൻ ഹരി പുത്തൻ പുലരിയിൽ അതിഥിയായി എത്തുകയാണ്. റബ്ബർ കൃഷിക്ക് ഉണർവേകുന്ന നടപടികൾ, റബ്ബർ വ്യവസായ വികസന സാധ്യതകൾ നിയുക്ത റബ്ബർ ബോർഡ് ചെയർമാൻ നമ്മുടെ ജനം TV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ ഹരി, സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. സ്വാഗതം. എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? ഒരു പുതിയ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ റബ്ബർ കൃഷിക്ക് ഉണർവേകുന്ന എന്തൊക്കെ നടപടികൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം അങ്ങിൽ നിന്നും? സ്വാഭാവികമായും പെട്ടെന്നൊരു നടപടി എന്നുള്ള നിലയിലല്ല. കാരണം ഞാൻ കഴിഞ്ഞ 3 വർഷമായി റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള നിലയിൽ ഈ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ല, നിരവധി സാധ്യതകൾ നമ്മൾ മുമ്പോട്ട് വെച്ചിരുന്നു. അതിൻ്റെ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നടന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും ഒക്കെ തന്നെ ഈ റബ്ബറിനെ സംബന്ധിച്ച് വലിയ വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ നിയമസഭാ ഇലക്ഷന് പോലും ഈ റബ്ബറിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ പറഞ്ഞു. കാലങ്ങളായിട്ട് എല്ലാവരും റബ്ബറിൻ്റെ വിലക്കയറ്റവും ബാക്കിയുള്ള കാര്യങ്ങളും പറയുമ്പോൾ 160 കോടി 600 കോടി എന്നൊക്കെ വെക്കുമ്പോൾ 1 രൂപ പോലും കേരള സർക്കാരിന് കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിലൂടെ ഇത്തവണ നമുക്ക് സാധ്യമായത്. കാരണം പടിപടിയായിട്ടുള്ള പ്രൊഡക്ഷൻ്റെ അതിൻ്റെ വർദ്ധീകരണവും അതുപോലെ തന്നെ അതിൻ്റെ നടപടികളും ഒക്കെ ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളുടെ ഭാഗമായി നമുക്കറിയാം 270 രൂപയിൽ താഴെ വന്നാൽ മാത്രമാണ് റബ്ബറിന് കേരള സർക്കാരിന് സ്വാഭാവികമായും ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടി വരിക. പക്ഷേ ഒരു തവണ പോലും വളരെ 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 പരിമിതമായ സംഖ്യ മാത്രം ഇവർ ബഡ്ജറ്റിൽ കാണിക്കുന്നതല്ല, ചെറിയൊരു പരിമിതമായ ഒരു സംഖ്യ മാത്രമാണ് നമ്മുടെ നടപടികളുടെ ഭാഗമായി കൊടുക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് ഉറപ്പുണ്ട് നിരവധിയായിട്ടുള്ള എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഞാൻ മുന്നോട്ട് അന്ന് വെച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ അത് നടപ്പിലാക്കുക. ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമായിരിക്കും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ശ്രീഹരി, അതോടൊപ്പം നമുക്കറിയാം ഈ റബ്ബർ വ്യവസായ മേഖല അല്ലെങ്കിൽ റബ്ബർ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് എപ്പോഴും പല രീതിയിലുള്ള ലാഭനഷ്ടങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അവർ ആവശ്യപ്പെടുന്നത് റബ്ബറിൻ്റെ വില കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ കൃത്യമായി ഈ റബ്ബർ കൃഷി ചെയ്യുന്നവർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ, അത് കൃത്യമായ നടപടികളിലൂടെ അല്ലെങ്കിൽ ചിട്ടയായി തന്നെ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അത് നടപ്പിലാക്കേണ്ടതെന്നാണ് താങ്കൾ കരുതുന്നത്? അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനായി ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ നിലവിൽ ഇപ്പോൾ ഉണ്ടോ? സ്വാഭാവികമായും വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഭാരതത്തിലാകെ വേണ്ടത് 11 മെട്രിക് ലക്ഷം ടൺ റബ്ബറാണ് വേണ്ടത്. നമ്മുടെ ഭാരതത്തിലാകെ ഉൽപ്പാദിപ്പിക്കുന്നത് 8 ലക്ഷം മെട്രിക് ടൺ മാത്രമാണ്. ബാക്കിയുള്ളതാണ് നമ്മൾ ഒരു സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ബാക്കിയുള്ള ഈ റോ മെറ്റീരിയൽ അവർക്ക് അത് ഇറക്കുമതി ചെയ്തേ പറ്റൂ. പിന്നെ ആസിയൻ കരാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ ഇവിടെ പഴി കേട്ടിരുന്നത് ബഡ്ജറ്റിൻ്റെ സമയത്ത് ഇവിടുത്തെ വലിയ വ്യവസായികളെ സഹായിക്കും. കാരണം വ്യവസായികളെ മാറ്റി നിർത്താനായിട്ട് ഒരു സർക്കാരിന് സാധിക്കുന്നില്ല. വ്യവസായികളെ അവരെ സ്വാധീനിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചുങ്കം അതിൻ്റെ പരമാവധി അതിൻ്റെ നിയമസാധുതയിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു സർക്കാരും അതുപോലെ തന്നെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും കൊണ്ടാണ് കൃത്യമായി തരത്തിൽ പിടിച്ചു നിർത്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ റബ്ബറിനെ സംബന്ധിച്ച് കേരളത്തിലെ റബ്ബർ കൃഷി, കേരളത്തിലെ നാച്ചുറൽ റബ്ബറിൻ്റെ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറൽ റബ്ബറിൻ്റെ 72% എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, ഏതാണ്ട് പകുതി സ്ഥലങ്ങളിലോളം നമ്മളുടെ തോട്ടങ്ങൾ അൺടാപ്ഡായിട്ട് കിടക്കുകയാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആളുകൾ ഇവിടെ ഇല്ല, അതല്ലെങ്കിൽ വെട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള തൊഴിലാളികളെ കിട്ടാറില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വില അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം അൺടാപ്ഡായിട്ട് കിടക്കുന്ന ആ സ്ഥലങ്ങൾ അവയെല്ലാം ഏറ്റെടുത്തുകൊണ്ട്
ഒരു ലേബർ സിസ്റ്റം റബ്ബർ ബോർഡിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള ആളുകളുണ്ട്, അവർക്ക് സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുന്നതിൽ പരിമിതികളുണ്ടാവാം. പക്ഷേ ഈ അൺടാപ്പഡായിട്ട് കിടക്കുന്ന മുഴുവൻ തോട്ടങ്ങളും അത് ടാപ്പ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ വലിയൊരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ തൊഴിലാളികൾ. കർഷകരെ പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് തൊഴിലാളികളെ കിട്ടാനില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മളിപ്പോൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ അവർക്ക് നേരിട്ട് റബ്ബർ ബോർഡിൽ നിന്ന് അവർക്ക് അത്തരം സഹായങ്ങൾ കൊടുക്കുക. ഇപ്പോൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ ആരും അറിയുന്നില്ല. RPSകളെ ശക്തിപ്പെടുത്തുക എൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത് റബ്ബറിൻ്റെ നട്ടെല്ലായ RPS സംഘടനകൾ. ആ RPS സംഘടനകൾക്ക് ശക്തമായ നിലയിലുള്ള സഹായങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പുകപ്പുര റബ്ബർ ഉണങ്ങുന്നതുമായി ബന്ധപ്പെട്ട പുകപ്പുര കേന്ദ്രങ്ങൾ, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും സഹായങ്ങളും എല്ലാം നമ്മൾ ഈ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഇതെല്ലാം തന്നെ നമ്മൾ അവർക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങളൊക്കെ എഴുതി ദീപാവലി സമ്മാനം, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ദീപാവലി സമ്മാനം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം കർഷകരുടെ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഇൻഷുറൻസ് എന്ന് വേണ്ട അത്തരം പദ്ധതികളും എല്ലാം തന്നെ ആവിഷ്കരിച്ചത് ഈ കഴിഞ്ഞ സമയങ്ങളിലാണ്. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റബ്ബർ അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് കേരളത്തിൽ ലൈസൻസ് എടുത്തതിൽ അനവധി ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി. അവരെയെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമുക്കറിയാം റബ്ബർ ഇല്ലാതെ ഒരു വസ്തു പോലും ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു നട്ടല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം റബ്ബർ ബോർഡ് ഒരു പെയിൻറ്റ് ഉൽപ്പാദിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു. പ്രകൃതിദത്തമായ ഒരു പെയിൻറ്റ് അതിൻ്റെ കേരള സർക്കാരിലേക്കാണ് അതിൻ്റെ പേറ്റൻറ്റ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള അനവധിയായിട്ടുള്ള പദ്ധതികളും പരിപാടികളും കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ തടി പ്രോസസ്സിങ് ചെയ്തുകൊണ്ട് അതിന് വലിയ മാനങ്ങൾ ഇവിടെ തന്നെ നമ്മൾ സംഘടിപ്പിക്കുക. ഭാരതത്തിലുള്ള എല്ലാ റബ്ബർ കർഷകർക്കും വലിയ രീതിയിലുള്ള ഒരു ഉത്തേജനം നൽകുന്ന നടപടികൾ, ഇങ്ങനെ പലവിധങ്ങളായിട്ടുള്ള നടപടികളുണ്ട്. ഒറ്റയടിക്കല്ല, നിരവധിയായിട്ടുള്ള നടപടികൾ ക്രമങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, റബ്ബറിൻ്റേതായിട്ടുള്ള വലിയൊരു അന്തരീക്ഷം. ഇപ്പോൾ നമുക്കറിയാം 300 രൂപയോളം ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 300 രൂപയാണ് അടുത്താണ് റബ്ബറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർഷകരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സന്തോഷവാന്മാരാണ്. ആ സമയത്ത് തന്നെയാണ് തരിശായി കിടക്കുന്ന, ഞാൻ പറഞ്ഞ അൺടാപ്ഡ് മാത്രമല്ല, കേരളത്തിനെ സംബന്ധിച്ച് തരിശായി കിടക്കുന്ന, ഇപ്പോൾ വെക്കുന്നില്ല, ആളുകൾ റബ്ബർ വെക്കാനായിട്ട് തയ്യാറാവുന്നില്ല. നമ്മൾ 45,000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഹെക്ടറിന്, ബാക്കി ഇപ്പോൾ കേര എന്ന് പറഞ്ഞ പദ്ധതിയിൽ ബാക്കി 15,000 രൂപ ഇപ്പോൾ കേരള സർക്കാരാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പുതിയൊരു പദ്ധതിയാണ്. അപ്പോൾ എല്ലാവരുമായി ചേർന്ന് സമീപനം എടുത്തുകൊണ്ട്, ഉദാഹരണത്തിന് ത്രിപുര സർക്കാർ ഒരു വലിയ മാതൃകയാണ്. കാരണം ത്രിപുര സർക്കാർ അവിടെ ചെല്ലുമ്പോൾ റബ്ബർ ബോർഡിനെ അവർ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന അവർ അതിഥികളാണ്. റബ്ബർ ബോർഡിൻ്റെ ആളുകളെ സർക്കാർ അതിഥികളായിട്ടാണ് കാണുന്നത്. പുതിയ പദ്ധതികളെ, ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ തൊഴിലുറപ്പ് മേഖലയിലുള്ള ആളുകളെ നമുക്ക് നമ്മുടെ റബ്ബർ മേഖലയിലെ പരിപാലനത്തിനായി ഉപയോഗിക്കണം. അതുപോലെ തന്നെ റബ്ബർ ബോർഡിനെ സംബന്ധിച്ച് എല്ലാവരും ഉദ്ദേശിക്കുന്ന ഈ വിലക്കയറ്റം മാത്രം, അല്ലെങ്കിൽ വില മാത്രമാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റബ്ബറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റിസർച്ച്. പുതിയ ക്ലോണിംഗ് കണ്ടുപിടിക്കുക, അതിൻ്റെ മരുന്ന്, പുതിയ രോഗാണുക്കളെ ആ അവസ്ഥയെ കണ്ടുപിടിക്കുക. ഇതെല്ലാം റബ്ബർ ബോർഡിൽ അധിഷ്ഠിതമാണ്. ഏതാണ്ട് നിരവധിയായിട്ടുള്ള 8-10 ഹെഡിങ് ഇതുപോലെ തന്നെ RPS പോലെ തന്നെ, അല്ലെങ്കിൽ വ്യവസായ മേഖല, അതുപോലെ തന്നെ റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിച്ച് ഏതാണ്ട് 8-10ഓളം പദ്ധതികൾ ചേരുന്നതാണ് റബ്ബർ ബോർഡ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മാത്രമല്ല റബ്ബർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ RPS ശ്രദ്ധിക്കും. റിസർച്ച്, ഗവേഷണം, പുതിയ ക്ലോണുകൾ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ട്രെയിനിങ്, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് പരിശീലനം, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ റബ്ബർ ബാൻഡ്, ബലൂണ്, അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട് കളിപ്പാട്ടങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. അവർക്കതിൻ്റെ റോ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കാം. ഇതിൻ്റെ വിപണനം റബ്ബർ ബോർഡിന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കളെ സംബന്ധിച്ച് അവരെ ആ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ
അത് നമുക്ക് വലിയൊരു കാര്യമാണ്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലേബർ വെൽഫെയർ ഉണ്ട്. അതിനകത്ത് കൃഷിക്കാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പദ്ധതികൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ 72% നമ്മുടെ ഈ കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കർഷകരുമായി സംവദിക്കുന്നതിനും ഭാഷാ പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരുമായിട്ട് സംവദിക്കുന്നതിനും RPSകളിൽ പോകുന്നതിനും കർഷകരെ കാണുന്നതിനും ഒക്കെ തന്നെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കർഷകരുമായി നേരിട്ട് കാണുവാനും വ്യവസായികളെയും അതുപോലെ തന്നെ ചെറുകിട സംരംഭകരെയും എല്ലാം കാണുവാനും അവരുടെ മീറ്റിംഗ് വിളിക്കുവാനും പുതിയ രീതിയിൽ വലിയൊരു മാനം റബ്ബർ ബോർഡിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിന് എല്ലാ തലത്തിലുള്ള എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെടും. കേരള സർക്കാർ, ഇപ്പോൾ ത്രിപുര സർക്കാരും മറ്റുള്ള സർക്കാർ, ആസാം സർക്കാരും ഒക്കെ ചെയ്യുന്നത് പോലെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആവശ്യപ്പെടും. ഔദ്യോഗികമായി തന്നെ നമ്മൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി ഈ കാര്യം സംവദിക്കും. അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ റബ്ബർ മേഖലയെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളായി ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ശ്രീ എൻ ഹരി, രണ്ട് വിഷയങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ യുവതലമുറ ഈ റബ്ബർ കൃഷിയിൽ നിന്നും വ്യാപകമായ ഒരു പിൻവലിയുന്ന ഒരു സമീപനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ യുവതലമുറയെ ആകർഷിക്കാനും ഒപ്പം ഈ റബ്ബർ കൃഷി എന്നതൊരു വളരെ ലാഭകരമായ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റാനും അങ്ങ് എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കുന്നത്? അപ്പോൾ നമുക്കറിയാലോ ഈ ആഗോള വിപണിയിൽ റബ്ബറുമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങൾ അതിപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആഗോള വിപണിയിൽ വലിയൊരു മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഭാരതത്തിലെ കർഷകരെയും അതേ മത്സര ബുദ്ധിയോടുകൂടി ഇടപെടിപ്പിക്കാൻ എന്തൊക്കെ നടപടികളാകും അങ്ങ് സ്വീകരിക്കും? ഞാൻ സൂചിപ്പിച്ചില്ല, ആഗോള വിപണിയിൽ ഇന്ന് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിന്ന് വളരെയധികം മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു റബ്ബർ മേഖലയിൽ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, യുവാക്കൾ അകന്നു പോകുന്നു എന്നുള്ളതൊരു ശരിയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരാളുടെ വീട്ടിൽ ഇപ്പോൾ ടാപ്പിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, അൺടാപ്ഡായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വിടാൻ വേണ്ടി റബ്ബർ ബോർഡിന് നേരിട്ട് RPS വഴി RPSകളെ നമ്മൾ ഇതെടുത്തുകൊണ്ട് അവരുടെ വിശദ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ട് അവരെ നമ്മൾ അത്തരത്തിലേക്ക് ഇതാക്കും. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. നമുക്ക് ഈ റബ്ബർ നമ്മളുടെ ഏറ്റവും വലിയ ഒരു റബ്ബർ ബോർഡിൻ്റെ ആർക്കും ഇതുവരെ അറിയപ്പെടാത്ത ഒരു സംഗതിയാണ് ഈ ട്രെയിനിങ്. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ട റോ മെറ്റീരിയൽ കൊടുത്തുകൊണ്ട്, അവരെ വ്യവസായ മേഖലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, അവർക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ വിപണി വരെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തെ അവരെ ആ മേഖലകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രചരണം വേണം. അതിൻ്റെ പ്രചരണം അതുപോലെ തന്നെ അതിൻ്റെ പദ്ധതികൾ ഇതെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ, വളരെ നന്ദി ശ്രീ എൻ ഹരി, ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന്, താങ്കളുടെ ആശയങ്ങൾ പങ്കുവച്ചതിന്. എന്തായാലും പുതിയ റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായി എൻ ഹരിയാണ് നമ്മളോടൊപ്പം സംബന്ധിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളാണ്. ഇങ്ങനെയെല്ലാം അല്ലെ റബ്ബർ ഒരു വ്യാവസായിക അധിഷ്ഠിതമായ രീതിയിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ചെറുകിട കർഷകർക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ, യുവതലമുറയ്ക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ, അങ്ങനെ അദ്ദേഹം വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയാണ് റബ്ബർ കൃഷിയെ കാണുന്നത് എന്നുള്ളതാണ്. പ്രതീക്ഷകളുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. അതെ, എന്തായാലും അദ്ദേഹം റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏതൊക്കെ രീതിയിലുള്ള ആശയങ്ങളാണ് അതെല്ലാം നടപ്പിൽ വരുത്തട്ടെ എന്ന് തന്നെ നമുക്കും ആശംസിക്കാം.